ഹായ് വെൽക്കം ടു ബയോടിപ്സ്. PSC നവംബറിൽ നടത്താനിരിക്കുന്ന ഒരു എക്സാം ആണ് സയന്റിഫിക് ഓഫീസർ എക്സാം. ഈ സയന്റിഫിക് ഓഫീസർ എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയാവുന്നവരായിരിക്കും. അതായത് എന്താണ് ഈ എക്സാം നടത്തി നമ്മൾ ജോലി നേടുന്നത്, എന്ത് ജോലിയാണ്, എവിടെയായിരിക്കും നമുക്ക് ഈ ജോലി കിട്ടുക, എന്താണ് ഇതിന്റെ സാലറി പാക്കേജ്, എങ്ങനെയാണ്, ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എല്ലാവരും പഠനം സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തവരും ആയിരിക്കും. പിന്നെ നവംബർ 12-നാണ് നമ്മുടെ എക്സാം. ഇനി അധികം മാസങ്ങളൊന്നുമില്ല, ഒരു 2-3 മാസം മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ സിലബസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജി സിലബസ് ആണ്. അപ്പൊ കഴിഞ്ഞ ഒരു PSC നടത്തി സയന്റിഫിക് ഓഫീസറിന് വേണ്ടി PSC നടത്തിയ എക്സാമിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ PSC പുതിയൊരു സിലബസ് ഇറക്കിയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ബോട്ടണി പോലുള്ള സബ്ജക്റ്റിലെ ഒരുപാട് പോർഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പോർഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സിലബസ് നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ സിലബസിൽ ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ഒരു ഭാഗമാണ് ആനിമൽ ഫിസിയോളജി. നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ആനിമൽ ഫിസിയോളജി സയന്റിഫിക് ഓഫീസർ എക്സാമിന് മുന്നേ ഈ ആനിമൽ ഫിസിയോളജിയിൽ എന്തൊക്കെയാണോ ടോപ്പിക്സ് ഉള്ളത് ആ ടോപ്പിക്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ ഒരു നവംബർ 12-നാണ് എക്സാം. നവംബർ 12-ന് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു ആനിമൽ ഫിസിയോളജി കംപ്ലീറ്റ് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ എന്താണ് ഈ ആനിമൽ ഫിസിയോളജി അല്ലെങ്കിൽ ഹ്യൂമൻ ഫിസിയോളജി എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അല്ലേ? നമ്മളൊരു സബ്ജക്ട് പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ എന്താണ് ആ സബ്ജക്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ ആ സബ്ജക്റ്റിൽ പഠിക്കേണ്ടത് എന്നുള്ളൊരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ആനിമൽ ഫിസിയോളജിയിൽ നോക്കുകയാണെങ്കിൽ സിലബസിൽ 12 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ഈ ഒരു 12 മാർക്സ് എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ ഒരു സബ്ജക്റ്റിനുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിനുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 12 മാർക്സ് ആണ്. ബാക്കിയുള്ള സബ്ജക്ട് നോക്കുകയാണെങ്കിൽ 8 മാർക്സിനുള്ള സബ്ജക്റ്റുകളുണ്ട്, 5 മാർക്സ് ചോദിക്കുന്ന സബ്ജക്റ്റുകളുണ്ട്. ഇങ്ങനെ ഒരു 8-5 മാർക്സിന് മാത്രം ചോദിക്കുന്ന ഒരു ഭാഗവും അതുപോലെ 12 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒരു ഏരിയയിൽ നിന്ന് വരുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ ആ ഒരു ഏരിയക്ക് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ആനിമൽ ഫിസിയോളജി അഥവാ ഹ്യൂമൻ ഫിസിയോളജിയിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്നിട്ട് ഓരോ ടോപ്പിക് വൈസ് നമുക്ക് എക്സാമിന് മുന്നേ തന്നെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ എന്താണ് ആനിമൽ ഫിസിയോളജി അല്ലെങ്കിൽ ഹ്യൂമൻ ഫിസിയോളജി, എന്തൊക്കെയായിരിക്കും നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടതില്ല? ഈ ഒരു ഭാഗത്തിൽ നമുക്ക് PSC തന്നിരിക്കുന്നത് ഒരുപാട് ടോപ്പിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ന്യൂട്രീഷൻ, എക്സ്ക്രീറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സിസ്റ്റംസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ ഈ ഒരു ഓരോ ടോപ്പിക്സ് പഠിക്കുന്നതിന് മുന്നേ എന്താണ് ആനിമൽ ഫിസിയോളജി അല്ലെങ്കിൽ ഫിസിയോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച്, ബയോളജിയുടെ ബ്രാഞ്ചിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ബേസിക് ആയിട്ട് നമുക്ക് വേണം. അപ്പൊ ഫിസിയോളജി എന്ന് പറയുന്നത് ഒരു ബയോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത്, ഈ ഫിസിയോളജി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള ഒരുപാട് നോർമൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ശരീരം, ഹ്യൂമൻ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് ഓർഗൻസ്, സെല്ലുകൾ, അല്ലേ? അപ്പൊ ഈ ഓരോ ഓർഗൻസിലും ഒരുപാട് ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. ഒരുപാട് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്, ഹ്യൂമൻ ബോഡിയിൽ റെസ്പിറേഷൻ നടക്കുന്നത് ഏത് വഴിയാണ്? ലങ്സ് വഴിയാണ്. ഇനി നമ്മുടെ കിഡ്നി ചെയ്യുന്നത് എക്സ്ക്രീഷൻ ആണ്, അല്ലെ? നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത വേസ്റ്റ് പ്രൊഡക്റ്റിനൊക്കെ റിമൂവ് ചെയ്യാന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മുടെ കിഡ്നി ചെയ്യുന്നത്. ദെൻ ഹൃദയം ചെയ്യുന്നത് എന്താണ്? ഓരോ ഓർഗൻസിനും ഓരോ സെല്ലിലേക്കൊക്കെ ബ്ലഡ് കൊണ്ടു കൊടുക്കാം, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ആണ് ഹൃദയം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഫങ്ഷൻസ്. ദെൻ റീപ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്താണ്? ഒരുപാട് ഓർഗൻസ്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഈ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്. ഇതുപോലെ ഓരോ ഓർഗൻസിനും ഓരോ അവയവത്തിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ ഓരോ ഓർഗൻസ് അവന്റെ ഫങ്ഷൻസ്, നോർമൽ ഫങ്ഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഫിസിയോളജിയിൽ പഠിക്കുക. അപ്പൊ ഫിസിയോളജിയിൽ പഠിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നോർമൽ ഫങ്ഷൻസ് ആണ്. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന നോർമൽ കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഈ ഫിസിയോളജി എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കുന്നത്. ഇനി വേറൊരു ഭാഗമുണ്ട്, അതാണ് പാത്തോളജി എന്ന് പറയും. ഈ പാത്തോളജിയിൽ പഠിക്കുക എന്താ? അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമുക്കിപ്പോ ഒരു കിഡ്നി എടുക്കാം. കിഡ്നിയുടെ സ്ട്രക്ചർ, കിഡ്നിക്ക് പൊതുവെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവാം. നമുക്ക് കിഡ്നിയുടെ കുറച്ച് പാർട്ടുകൾ ഉണ്ടാവാം. ഇതിന്റെ ഒരു നോർമൽ ഫങ്ഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഫിസിയോളജിയിലായിരിക്കും. ഇനി സപ്പോസ് ഒരാൾക്കൊരു ഡിസീസ് വന്നെന്ന് പറയുമ്പോൾ ആളുടെ കിഡ്നി ഡിസീസ് ആണ് ആൾക്ക് വന്നത്. അപ്പൊ കിഡ്നിയുടെ ഫംഗ്ഷനിൽ വ്യത്യാസം വരും, അല്ലെ? ഒരു റീനൽ ഫെയിലിയർ വന്ന ഒരാൾ, ആളുടെ കിഡ്നിയുടെ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാവാം, നോർമൽ ആയിട്ടുള്ള സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാവാം. അവരുടെ ആ കിഡ്നിയുടെ ഫങ്ഷൻസ് നോർമൽ ആയിട്ടായിരിക്കില്ല നടക്കുന്നത്. അപ്പൊ ഇത്തരം അബ്നോർമൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക പാത്തോളജി എന്ന് പറയുന്ന ഒരു ഭാഗത്തായിരിക്കും. ഫിസിയോളജിയും പാത്തോളജിയും തമ്മിലുള്ള ഒരു
ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഫിസിയോളജിയിൽ പഠിക്കുന്നത് നോർമൽ കാര്യങ്ങളാണ്, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഓർഗൻസിന്റെയും നോർമൽ സ്ട്രക്ചർ ആൻഡ് നോർമൽ ഫങ്ഷൻസ് ആയിരിക്കും ഫിസിയോളജിയിൽ പഠിക്കുക. ഇനി അബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഒരു ഡിസീസ് വരുവാണെങ്കിൽ, എന്തെങ്കിലും രീതിയിലുള്ള അബ്നോർമാലിറ്റി നമ്മുടെ ശരീരത്തിൽ നടക്കുകയാണെങ്കിൽ എവിടെ പഠിക്കും? അത് പാത്തോളജിയിൽ പഠിക്കും. അപ്പൊ ഫിസിയോളജിയിലെ നോർമൽ ഫങ്ഷൻസിനെ പറ്റിയിട്ടാണ് പഠിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്? നമ്മൾ റെസ്പിറേഷൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ശ്വസിക്കുന്നുണ്ട്. ഈ ശ്വസനം നടക്കുന്നത് ലങ്സ് വഴിയാണ്. ലങ്സ് മാത്രമല്ല നമ്മുടെ റെസ്പിറേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്തൊക്കെ ഹെൽപ്പ് ചെയ്യും? നമ്മുടെ നമുക്കൊരു റെസ്പിറേറ്ററി ട്രാക്ക് തന്നെയുണ്ട്. ഈ ഓരോ റെസ്പിറേറ്ററി ട്രാക്കിലും ഓരോ അവയവങ്ങളുണ്ട്. ഈ ഓരോ അവയവത്തിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഓരോ അവയവത്തിന്റെയും സ്ട്രക്ചർ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് നോർമൽ ഫങ്ഷൻ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പഠിക്കുക. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ റീപ്രൊഡക്ഷന് സഹായിക്കുന്ന ചില അവയവങ്ങളുണ്ട്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ട്. ഈ ഓരോ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെയും സ്ട്രക്ചർ എങ്ങനെയാണ് ഓരോ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അവരുടെ ഫങ്ഷൻ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പഠിക്കേണ്ടത്. നെക്സ്റ്റ് വൺ കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഹൃദയം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഹൃദയം ബ്ലഡ് പമ്പ് ചെയ്യുന്നത്, ഇത്തരം നോർമൽ അവരുടെ ഫങ്ഷനെ പറ്റി പഠിക്കുന്നത് കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഭാഗത്തായിരിക്കും. ദെൻ നമുക്ക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന വേറൊരു ഭാഗമുണ്ട്. നെർവസ് സിസ്റ്റത്തിലാണ് നമ്മൾ ബ്രെയിനിനെ പറ്റിയിട്ടും സ്പൈനൽ കോഡിനെ പറ്റിയിട്ടും എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ഓരോ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫങ്ഷൻസിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് നെർവസ് സിസ്റ്റത്തിലായിരിക്കും. അപ്പൊ ഇങ്ങനെ ഓരോരോ സിസ്റ്റം വൈസ് നമുക്ക് ഈ ഒരു ആനിമൽ ഫിസിയോളജി അല്ലെങ്കിൽ ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് പഠിക്കാനുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഈ ആനിമൽ ഫിസിയോളജി. 12 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണ്. എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ന്യൂട്രീഷൻ. ഈ ഒരു ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന നമുക്ക് ആവശ്യമായ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഈ ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്, ലിപ്പിഡ്സ്, വിറ്റമിൻസ്, ഇതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കണം. ദെൻ ഈ ഓരോ ലിപ്പിഡ്സിന്റെയും വിറ്റമിൻസിന്റെയും മോണോസാക്രൈഡ്സിന്റെയും അമിനോ ആസിഡ്സിന്റെയൊക്കെ അബ്സോർപ്ഷൻ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഡൈജഷൻ നടക്കുന്നത്, ഏതൊക്കെ ഓർഗൻസ് ആണ് ഈ ഒരു ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറ്റിയിട്ടായിരിക്കും ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടത്. നെക്സ്റ്റ് വൺ എക്സ്ക്രീറ്ററി സിസ്റ്റം അഥവാ റീനൽ സിസ്റ്റം. റീനൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടത് കിഡ്നി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അതായത് കിഡ്നി എന്ന് പറയുന്ന ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണല്ലോ. ഈ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുമ്പോൾ ഇതിൽ നടക്കുന്നത് എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഒരുപാട് വേസ്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ വേസ്റ്റ് പ്രൊഡക്റ്റിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഇത് യൂറിനിലൂടെ റിമൂവ് ചെയ്യാറുണ്ട് നമ്മുടെ ബോഡി. അപ്പൊ ഇതെങ്ങനെയാണ് ഒരു യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്, ബ്ലഡിനെ ഫിൽട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? കിഡ്നിയാണ് ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നു, എന്നിട്ട് യൂറിൻ ഫോം ചെയ്യുന്നു. അപ്പൊ യൂറിൻ ഉണ്ടാക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? കിഡ്നിയിൽ വെച്ചിട്ടാണ് യൂറിൻ ഉണ്ടാവുന്നത്. ബ്ലഡിനെ ഫിൽട്ടർ ചെയ്തിട്ട് കിഡ്നി ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നു, യൂറിൻ ഫോം ചെയ്യുന്നു. ഈ യൂറിനിലൂടെ നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത വേസ്റ്റ് പ്രൊഡക്റ്റിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു ഫിൽട്രേഷനിൽ, ഈ ഒരു ബ്ലഡിന്റെ ഫിൽട്രേഷനിൽ നടക്കുന്നത്, ഇനി എന്തൊക്കെയാണ് ഈ കിഡ്നിയുടെ സ്ട്രക്ചർ, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് റെസ്പിറേറ്ററി സിസ്റ്റം. വീണ്ടും റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഒരുപാട് സബ് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻസിനെ പറ്റി പഠിക്കേണ്ടതുണ്ട്. ഹ്യൂമൻസിലെ മാത്രമല്ല, ഹ്യൂമൻ ബോഡിയിലെ റെസ്പിറേറ്ററി ഓർഗൻസിനെ പറ്റി മാത്രമല്ല, ഈ ബുക്ക് ലങ്, ഗിൽസ്, അതുപോലെയുള്ള ചില റെസ്പിറേറ്ററി ഓർഗൻസ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അത്തരം ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ദെൻ എങ്ങനെയാണ് നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ, നമ്മൾ ശ്വാസം അകത്തേക്ക് പുറത്തേക്ക് വിടുന്നതും എങ്ങനെയാണ്, ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നമുക്ക് ഈ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പഠിക്കേണ്ടതുണ്ട്. ദെൻ നെർവസ് സിസ്റ്റം ആണ് ഇതിൽ ഒരുപാട് ബാക്കിയുള്ള ഓരോ ഈ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഒരുപാട് ടോപ്പിക്സ് നമുക്ക് ഈ ഒരു റെസ്പിറേറ്ററി നെർവസ് സിസ്റ്റത്തിൽ പഠിക്കേണ്ടതുണ്ട്. എന്താണ് നമ്മുടെ ബ്രെയിനിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, ഇതിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബ്രോക്കാസ് ഏരിയ, ദെൻ വിഷ്വൽ കോർട്ടെക്സ് ഏരിയ, അസോസിയേഷൻ ഏരിയാസ്, ഇങ്ങനെ പറഞ്ഞിട്ട് വെർണിക്സ് ഏരിയ, ഇങ്ങനെ ഒരുപാട് ഏരിയാസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ദെൻ ഒരുപാട് ബ്രെയിൻ ഡിസീസിനെ പറ്റി പഠിക്കണം. അതായത് ഈ അൽഷിമേഴ്സ് ഡിസീസ്, ഡിമെൻഷ്യ, ഷിസോഫ്രീനിയ പോലുള്ള ഒരുപാട് ബ്രെയിൻ ഡിസീസിനെ പറ്റി പഠിക്കേണ്ടതുണ്ട്. ദെൻ റിഫ്ലെക്സിനെ പറ്റി പഠിക്കേണ്ടതുണ്ട്. റിഫ്ലെക്സ് എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് സ്ട്രെച്ച് റിഫ്ലെക്സ് പോലെയുള്ള ഒരുപാട് റിഫ്ലെക്സിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ദെൻ ഒരുപാട് റിസപ്റ്റേഴ്സിനെ പറ്റി പഠിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ഒരു ഭാഗമാണ് സെൻസറി
സെൻസറി സിസ്റ്റം എന്ന് പറയുന്നത്. അത് അവിടെ നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ ഐസിനെ പറ്റിയിട്ട്, ഐയുടെ സ്ട്രക്ചർ, നമ്മുടെ കണ്ണിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമ്മുടെ കണ്ണിന്റെ ഓരോ പാർട്ടുകൾ എങ്ങനെയാണ് നമുക്ക് വിഷൻ സാധ്യമാകുന്നത്, ദെൻ സ്മെൽ, ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഓൾഫാക്ഷൻ എങ്ങനെയാണ് നമുക്ക് നടക്കുന്നത്, ഈ ദെൻ ടാക്ടൈൽ റെസ്പോൺസിനെ പറ്റി പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിഷനുമായിട്ട് ബന്ധപ്പെട്ടതും ഓൾഫാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതും ദെൻ ടച്ച് റിസപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒരു സെൻസറി സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കേണ്ടത്. നെക്സ്റ്റ് വൺ ആണ് കാർഡിയോവാസ്കുലർ സിസ്റ്റം. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ എന്തായിരിക്കും പഠിക്കേണ്ടത്? നമ്മുടെ ഹൃദയത്തിനെ പറ്റിയിട്ടാണ്. ഹൃദയം എങ്ങനെയാണ്, ഹൃദയത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഹൃദയത്തിന്റെ മസിൽസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഹൃദയത്തിന് എങ്ങനെയാണ് ഇതിന്റെ ഫങ്ഷൻ ചെയ്യുന്നത്, ഹൃദയമായിട്ട് റിലേറ്റ് ചെയ്ത് ചില ഡിസീസ് ഉണ്ട്. അതായത് ഇഷീമിക് ഹാർട്ട് ഡിസീസ്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ പോലുള്ള കുറച്ച് ഡിസീസ് കണ്ടീഷൻസ് ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ പഠിക്കേണ്ടത്. നെക്സ്റ്റ് വൺ ആണ് എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള എൻഡോക്രൈൻ ഓർഗൻസിനെ പറ്റിയിട്ട്. എന്താണ് എൻഡോക്രൈൻ ഓർഗൻസ്? ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡുകളെയാണ് എൻഡോക്രൈൻ ഓർഗൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഇത്തരം എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ പറ്റിയിട്ടും ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെയും ഹോർമോൺസിനെ പറ്റി ഏതൊക്കെയാണ്, ഈ ഓരോ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഈ ഹോർമോൺസ് ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാവും. അതായത് ചില ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, ചില ഹോർമോൺസ് കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്, അല്ലെ? അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൈറോയ്ഡ്, ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു എൻഡോക്രൈൻ ഡിസീസ് ആണ് തൈറോയ്ഡ് കംപ്ലൈന്റ് വരുന്നത്. തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. തൈറോയ്ഡ് ഗ്ലാൻഡിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പഠിക്കും? തൈറോയ്ഡ് ഗ്ലാൻഡ് മാത്രമല്ല, നമുക്ക് ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻഡിനെ പറ്റിയിട്ട് ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടതുണ്ട്. ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡിനെ പറ്റി പഠിക്കുമ്പോഴും ആദ്യം നമ്മൾ എന്താണ് ആ ഗ്ലാൻഡിന്റെ പ്രത്യേകത എന്ന് പഠിക്കണം. ദെൻ ആ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. ആ ഓരോ ഹോർമോൺസിന്റെയും ഫങ്ഷൻസ് പഠിക്കണം. ഈ ഓരോ ഹോർമോൺസിന്റെയും അബ്നോർമാലിറ്റീസ്, അതായത് ഈ ഹോർമോൺസിന്റെ എമൗണ്ട് നമ്മുടെ ബോഡിയിൽ കൂടുതലാവുകയാണെങ്കിൽ ചില ഒരു ഡിസോർഡേഴ്സ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതെന്തൊക്കെയാണ്? ഇനി ഈ ഹോർമോൺസിന് എമൗണ്ട് കുറവാണെങ്കിൽ എന്തൊക്കെ ഡിസോർഡേഴ്സ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും? ഇതെന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കണം. നെക്സ്റ്റ് ലാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് റീപ്രൊഡക്ഷനും അതുപോലെ തെർമോ റെഗുലേഷനും. ടെമ്പറേച്ചർ റെഗുലേഷൻ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നമുക്ക് സാധ്യമാകുന്നത്, പ്രഗ്നൻസിയിൽ നടക്കുന്ന ഓരോ ചേഞ്ചസ് എന്താണ്, ഒരു ലേഡി പ്രഗ്നന്റ് ആകുമ്പോൾ അവരുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നമുക്ക് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് പഠിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ഓരോ ഏരിയയിൽ നിന്നും വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നും അവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് ഓരോ ഈ ആനിമൽ ഫിസിയോളജി അല്ലെങ്കിൽ ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്ത് വെച്ച് നമുക്ക് പഠിക്കാം. എന്നിട്ട് നവംബർ 12ന് മുന്നേ തന്നെ നമുക്ക് ഒരു ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം.